ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ വിവാഹം കഴിഞ്ഞെങ്കിലും ശ്രുതിക്ക് വലിയ സമാധാനമൊന്നും ഇല്ല നവീൻ്റെ കാര്യം ആലോചിച്ചിട്ട്. അങ്ങനെ നമ്മുടെ മീരയാണെങ്കിൽ തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. നവീൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അവൾ അതേ ഹോസ്പിറ്റൽ, അയാൾ കിടക്കുന്ന ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതി വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ആ ബെഡ്റൂമിൽ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴാണ് കൂട്ടുകാരി മീരയുടെ ഫോൺ വരുന്നത്. അപ്പം എന്താ ഐഡിയ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയാണ്, നീ നിന്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചോ? എന്തായാലും അവൻ്റെ കാര്യം ആകെ പ്രശ്നത്തിലാണ്. അവൻ എന്തായാലും ബോധമൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാലും കോമാ സ്റ്റേജിലായിരിക്കും. ആ കോമാ സ്റ്റേജിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറേ നാളുകൾ പിടിക്കും. ഒരു പക്ഷേ അതിൽ നിന്ന് കോമാ സ്റ്റേജിൽ തന്നെ തുടരുകയും ചെയ്യാം. ഒരു പക്ഷെ അതിൽ നിന്ന് മോചനം ഉണ്ടാവുകയും ഇല്ല എന്നാണ് ഡോക്ടറുടെ അഭിപ്രായത്തിൽ എനിക്കറിയാൻ കഴിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ ശരിക്ക് അന്വേഷിച്ചിട്ടാണോ മീര പറയുന്നത് എന്നൊക്കെ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, അതെ, നീ ടെൻഷൻ അടിക്കേണ്ട, നിനക്ക് സമാധാനമായിട്ട് ഇനി ശ്രുതിയുടെ കൂടെ ജീവിക്കാം. അവൻ എന്തായാലും നിന്റെ ിലേക്ക് ശല്യത്തിന് ഇനി വരില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പൊ ശ്രുതിയോടായിട്ട് മീര പറയുന്നുണ്ട്, എന്തായാലും നിന്റെ ആ അനിയനുണ്ടല്ലോ, ശ്രുതിയുടെ അനിയൻ സച്ചി, അവനോടാണ് നീ നന്ദി പറയേണ്ടത്. അവൻ കാരണമാണ് ഇപ്പോൾ നവീൻ ഇങ്ങനൊരു അപകടം പറ്റിയതും നിന്റെ ജീവിതം ഇപ്പോൾ സേഫ് ആയതും അവൻ കാരണമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിയടി, എന്നാൽ നീ ഇങ്ങനെ ഒരു വലിയൊരു സന്തോഷ വാർത്തയാണ് എന്നെ അറിയിച്ചതെന്നൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ശ്രുതിക്ക് നല്ല സന്തോഷം മുഖത്ത് കാണുന്നത്. അവൾ തൻ്റെ കണ്ണാടിയിൽ നോക്കിയിട്ട് ചിരിക്കുകയും അങ്ങനെ ആ റൂമിൽ നിന്ന് ഓടി പുറത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് അവിടെ ചന്ദ്രമതി നിൽപ്പുണ്ടായിരിക്കും. ചന്ദ്രമതി മാത്രമല്ല, എല്ലാവരും ഉണ്ടായിരിക്കും. രേവതി ഉണ്ടായിരിക്കും, സച്ചി ഉണ്ടായിരിക്കും, അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കും. ആ സമയത്ത് ചന്ദ്രമതിയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ശ്രുതി ചെയ്യുന്നത്. അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ, എന്തിനാ മോളിങ്ങനെ ഇത്ര സന്തോഷം? മോളുടെ മുഖത്ത് ഇപ്പോഴാണ് ഒരു സന്തോഷമായത്. കല്യാണ സമയത്തൊക്കെ വലിയൊരു വിഷമം പോലെ ആയിരുന്നല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പം അത് ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കിട്ടി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ്, അതേലേ, എന്നാലേ ഒരു കാര്യം ചെയ്യാം, എന്തായാലും അച്ഛനായിരുന്നല്ലോ മോളുടെ മനസ്സിലെ വിഷമം, ഒന്നുകൂടി അച്ഛനെ വിളിച്ചിട്ട് മോളൊന്ന് സംസാരിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ഇനി പറയരുത് ആൻറ്റി എന്ന് പറയണം. എന്നാൽ വേണ്ട, ശരി, മോളുടെ സന്തോഷം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനി എന്തായാലും മോള് ഡ്രസ്സൊക്കെ മാറി വായു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടു കൂടി അങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും ചന്ദ്രയാണെങ്കിലും മുന്നേ തന്നെ സുധിയുടെയും ശ്രുതിയുടെയും ഫസ്റ്റ് നൈറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് നൈറ്റിന് നമ്മുടെ സമയമൊക്കെ മുഹൂർത്തമൊക്കെ കുറിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ശ്രുതിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചന്ദ്ര ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കാര്യത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു തഴുകലുണ്ടായിരുന്നത്. അതേ സമയത്ത് അവരങ്ങനെ സംസാരിച്ചിരുന്നു, മോൾക്ക് ആപ്പിളൊക്കെ ചെത്തി തരട്ടെ ഞാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ആപ്പിൾ എടുത്ത് അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണാക്കി ഇങ്ങനെ വയലൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ശ്രുതിക്ക്. അപ്പം ആ സമയത്താണ് രേവതിക്ക് പൂ കെട്ടാനുള്ള പൂക്കളുമായിട്ട് രേവതിയുടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വരുന്നത്. ആ ഒരു കച്ചവടത്തിൻ്റെ ആ ഒരു ചേച്ചിമാരൊക്കെ വരികയാണ്. എന്നിട്ട് പൂവൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വെള്ളം എടുക്കുക ചേച്ചി എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് രേവതി അകത്തേക്ക് പോവുകയാണ്, പൂ വാങ്ങി വെച്ചിട്ട്. ആ സമയത്ത് ഇവള് ചോദിക്കുന്നുണ്ട്, ശ്രുതി ചോദിക്കുന്നുണ്ട്, ആരാ ആൻറ്റി ഇതൊക്കെയെന്ന് ചോദിക്കുകയാണ്. ശ്രുതിക്ക് അറിയില്ല ആരാണെന്നുള്ളത്. അപ്പൊ പറയാണ്, ഓ, അവര് വലിയ വ്യാപാരികളാണ്, അവരിങ്ങനെയാണ് അങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി എന്താ പറയുക, എനിക്ക് മനസ്സിലായില്ല. അവർ ഈ തെരുവില് പൂ കെട്ടാൻ നടക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട് ആ വന്നവരെ. പക്ഷെ ആ സമയത്ത് അവിടെ നമ്മുടെ രേവതി ഉണ്ടായിരിക്കില്ല. അങ്ങനെ രേവതി വെള്ളമായിട്ട് വരുമ്പോൾ അവരങ്ങനെ വെള്ളം കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് പോവാ ചേച്ചി എന്ന് രേവതി പറയുമ്പോൾ അവർക്ക് വിഷമമായിട്ട് അങ്ങനെ നിൽക്കണം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല മോള് ഞങ്ങൾ ഇറങ്ങട്ടേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ രേവതിക്ക് മനസ്സിലായി ഇവിടെ എന്തോ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ അവരെ ഒരുപാട് ആക്ഷേപിച്ച് ചന്ദ്ര അവിടെയൊന്നും പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം രേവതിയോടായിട്ട് പറയുന്നുണ്ട്, അതെ, ഒരു കാര്യം കുറച്ച് പൂക്കൾ എടുത്തിട്ട് നീ മാറ്റി വെക്കണം എന്ന് പറയാണ്. അപ്പം എന്തിനാണ് അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, എന്തിനാണെന്നോ, ഇന്ന് ശ്രുതിയുടെയും അതിരാത്രിയല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള പൂക്കളാണ്, നീ അത് മാറ്റി വെക്കുക അതിൽ നിന്നെന്ന് പറയുമ്പോൾ, അയ്യോ അമ്മേ, ഇതിൽ നിന്ന് അങ്ങനെ പൂക്കൾ മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, ഓ, നിനക്ക് പൈസ വേണമായിരിക്കില്ലേ, എത്രയാണ് പൈസ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തരാടി നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ വഴക്ക് പറയാണ് ചന്ദ്ര. അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, അതുകൊണ്ടല്ല അമ്മേ, എനിക്ക് പൈസയുടെ കാര്യമല്ല, ഞങ്ങളിത് ഡെയിലി ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കുന്നതാണ്, അവർ ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ്
നിൽക്കുന്നത്. അങ്ങനെ അവർക്ക് കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്നത് ഒരു വഞ്ചനയായി മാറും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ രേവതി പറയുമ്പോൾ, ഓ നീ വലിയ ബിസിനസ്സുകാരിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയുടെ മുന്നിൽ വെച്ച് തന്നെ രേവതി ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട്. അതേ സമയത്ത് അവിടേക്ക് അച്ചമ്മ വരികയാണ്. ശ്രുതി അങ്ങനെ നമ്മുടെ രേവതി അങ്ങനെ ഫ്ലവറൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് പൂമാല കെട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് അച്ചമ്മ വന്നിട്ട് പറയുന്നത്, അതെ എന്തായാലും ഇവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ട സമയമൊക്കെ നീ നോക്കിയിട്ടുണ്ടോ എന്ന് ചന്ദ്രയോട് ചോദിക്കുമ്പോൾ, ഓ അമ്മേ ഞാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവരുടെ ഫസ്റ്റ് നൈറ്റ് രണ്ട് കാര്യങ്ങൾക്കും കൂടി ഫസ്റ്റ് നൈറ്റും കൂടി ഒന്നിച്ച് നടക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ അതാരുടെയാണെന്ന് ചോദിക്കുമ്പോൾ, അതാരുടെയാണെന്ന് സച്ചിയുടെയും രേവതിയുടെയും അവർ 3-4 മാസമായി കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇതുവരെ നടന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അപ്പൊ ശാന്തി മുഹൂർത്തത്തിന് വേണ്ട കാര്യങ്ങൾ അവർക്കും കൂടി ചെയ്യണം എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര പറയണം, അത് വേണ്ട, തൽക്കാലം ഇവരുടെ ഇത് നടക്കട്ടെ, അവര് പിന്നെ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതെന്താടി ചന്ദ്ര നീ അങ്ങനെ പറയുന്നതെന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്റെ കൈ നടക്കട്ടെ, അവരുടെ ഞാനൊന്നും നോക്കിയിട്ടില്ല, ഇവരുടെ ജാതകം വെച്ചിട്ട് ഇവരുടെ നാളൊക്കെ വെച്ചിട്ടാണ് ഞാൻ അത് നോക്കിയിട്ടുള്ളത്, ആ സമയമൊക്കെ അത് പിന്നെ നോക്കാം, ഇപ്പം ഇതിന്റെ സമയമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറഞ്ഞിട്ട് അതങ്ങ് ഒഴിവാക്കിയിടുകയാണ്. അപ്പോൾ ആ സമയത്ത് രേവതി ചന്ദ്രയുടെ ഈ തർക്കങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ രേവതി പറയുന്നത്, വേണ്ട അച്ഛമ്മേ അവരുടെ നടക്കട്ടെ, അതിന് വേണ്ടി ഇവിടെ ഒരാളും സംസാരിക്കാൻ വേണ്ട, നാണക്കേട് പിടിച്ച ഒരു കാര്യമായിപ്പോൾ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നത്, ശരി എന്തായാലും മനസ്സ് സന്തോഷമില്ലാതെ അങ്ങനെയൊന്നും ചെയ്യാൻ നല്ലതല്ല, എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് ചന്ദ്രയോടായിട്ട്, എന്താ അമ്മ അവരുടെ ഇത് ഇത്രയും നാളായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഫസ്റ്റ് നൈറ്റ് എന്താ കഴിയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര അതിങ്ങനെ പറയാണ്, അതെന്തെങ്കിലും ആയിക്കോട്ടെ മോൾ അതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. അപ്പോൾ ശ്രുതിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. രേവതിയുടെ കല്യാണം ശ്രുതിയുമായിട്ടാണ് ആദ്യം ആലോചിച്ചത്, പെട്ടെന്ന് വരൻ മാറിപ്പോയതാണ്. അങ്ങനെ അവർ തമ്മിലുള്ള മനസ്സുകൊണ്ടുള്ള ഒരു അകൽച്ച കൊണ്ടാണ് ഇത്രയും നാൾ ഫസ്റ്റ് നൈറ്റ് മാറിയത് എന്നൊന്നുള്ള കാര്യമൊന്നും നമ്മുടെ ശ്രുതിക്ക് അറിയില്ല. ശ്രുതിയോട് അത് ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു ചതിയനാണ് ശ്രുതി എന്നാരും അറിയിച്ചിട്ടുമില്ല ശ്രുതിയെ. അങ്ങനെ അതിനുശേഷം റൂമിലേക്ക് തള്ളിപ്പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എങ്കിലും ഒരു കാര്യം ചെയ്യമ്മേ, അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കട്ടെ, അവരുടെ അല്ല കല്യാണമല്ല ആദ്യം കഴിഞ്ഞത്, ഞങ്ങളുടെ പിന്നെ ആയാലും മതി എന്ന് പറയുന്ന സമയത്താണ് അവിടേക്ക് ശ്രുതി വരുന്നത്. അപ്പോൾ ശ്രുതിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി പറയാണ്, നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയണത്, അവരുടെ കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്തിനാ മാറ്റി വെക്കണേന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി പറയുന്ന പോലെ കേൾക്കാൻ മോളെ, ശ്രുതിക്ക് എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതുകൊണ്ട് നീ ഇപ്പം അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്രുതിയുടെ മനസ്സ് മാറ്റിയിട്ട് അങ്ങനെ അകത്തേക്ക് അവർ രണ്ടുപേരും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവിടെ പൂക്കളും ഒക്കെ വിതറിയിട്ടുണ്ടായിരിക്കും, പൂക്കളും ഫ്രൂട്ട്സും സാധനങ്ങളും. അങ്ങനെ ആയുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി പറയാണ്, ഇതൊരു പഴഞ്ചൻ രീതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മോഡേൺ രീതിയിലൊക്കെ ഒരു കലാപരിപാടി, അതായത് പൂക്കളൊക്കെ നമ്മുടെ ശ്രുതി നടക്കുന്ന പാതയിലൊക്കെ റോസ് പൂകളൊക്കെ ഇതളുകളൊക്കെ വിരിച്ചിടുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ലാമ്പുകളൊക്കെ അവിടെ കത്തിച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലുള്ള ഫസ്റ്റ് നൈറ്റ് ആണ് നമ്മുടെ ശ്രുതി അറേഞ്ച് ചെയ്യുന്നത്. ചന്ദ്ര ആഗ്രഹിച്ചതുപോലെ തന്നെ ശ്രുതിയുടെ ഫസ്റ്റ് നൈറ്റ് കഴിയുന്നുണ്ട്. ഇനി എന്താണ് അടുത്ത ഭാഗം എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കേൾക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്